ചാരങ്കാട്ട് സെറാമിക് ആൻഡ് ഗ്രാനൈറ്റിന്റെ പുതിയ ഷോറൂം ചേർത്തലയിൽ പ്രവർത്തനം തുടങ്ങി. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. പതിനഞ്ച് മുൻനിര ബ്രാൻഡുകളുടെ ഡിസ്പ്ലേ ഷോറൂമുകൾ ഒരുമിച്ചൊരുക്കി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബിൽഡ് വെയർ എക്സ്പീരിയൻസ് സെൻറ്റർ ഇപ്പോൾ ചേർത്തലയിലും പ്രവർത്തനം തുടങ്ങി. ചാരങ്കാട്ട് സെറാമിക് ആൻഡ് ഗ്രാനൈറ്റ് സെൻറ്ററിൻ്റെ ഉദ്ഘാടനം വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ മുഖ്യപ്രഭാഷണം നടത്തി. UDF ജില്ലാ ചെയർമാൻ CK ഷാജിമോഹനൻ, CPM ഏരിയ സെക്രട്ടറി B വിനോദ്, മുനിസിപ്പൽ വൈസ് ചെയർമാൻ TS അജയകുമാർ, BJP ജില്ലാ പ്രസിഡന്റ് PK ബിനോയ്, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാബു ലാൽ KV എന്നിവർ സംസാരിച്ചു. കുട്ടികളാണെങ്കിൽ കണ്ണടച്ച് തുറക്കും മുമ്പ് അങ്ങ് മറന്നുപോകും. പിന്നെ ഈ സമയം എന്ത് ചെയ്യുമെന്ന് ഉത്കണ്ഠയായിരിക്കും. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ചാനലുകാർ ചിലത് സഹായിക്കുന്നതുകൊണ്ട് സമയം അതിൻ്റെ മുമ്പിലിരുന്ന് പ്രായമാകും തോറും ആളുകൾ ചെലവഴിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഒരു MA കഴിഞ്ഞ ഒരാൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നിയമമന്ത്രി എന്നെ പറയുന്നതല്ല, ഒരു ക്രിമിനൽ കുറ്റമാണ്. കാരണം ചേർത്തല SN കോളേജിൽ ഒരാൾ MA പഠിച്ച് പുറത്തിറങ്ങണമെങ്കിൽ പൊതുഖജനാവിൽ നിന്ന് എത്ര പണം ചെലവഴിച്ചിട്ടുണ്ടോ? എന്നിട്ട് കുഞ്ഞിനെ നോക്കി ചമ്മന്തി അരച്ചും സീരിയൽ കണ്ടും ഇരിക്കുക. അവരുടെ സെലക്ഷൻ അല്ല, നമ്മുടെ കുടുംബഘടനയുടെ ഭാഗമായി അവർ നിർബന്ധിതമാകുന്നതാണ്. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ എസ്റ്റേറ്റിന് എന്താണ് നഷ്ടം? തിരിച്ചൊന്നും സമ്പദ്ഘടനയ്ക്ക് നൽകാൻ പറ്റുന്നില്ല. വീട്ടിൽ കഴിഞ്ഞവരുണ്ടാവും. പിന്നെ വീട്ടിലിരുന്ന് സംരംഭം നടത്താം. 2 കമ്പ്യൂട്ടർ ഉണ്ടോ? അമേരിക്കൻ കമ്പനിയുടെ കണക്ക് വീക്കും കാര്യം നമ്മളൊന്ന് അപ്സ്കിൽ ചെയ്ത് തരാം. പുതുക്കി പൊടി തട്ടി പുതുക്കി പുതിയതനുസരിച്ച് മാറ്റി തരും. ഒരു 40,000 50,000 രൂപ വീട്ടിലിരുന്നാൽ കിട്ടും. കണക്ക് നോക്കി കൊടുക്കാം, എങ്ങും പോകണ്ട. അല്ലെങ്കിൽ 4 മെഷീൻ ഇട്ടോ. കഴിഞ്ഞ ദിവസം പാലക്കാട് പോയി 10,000 സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്. എങ്ങുമല്ല, വീട്ടിൽ കട്ട് ചെയ്ത് കൊടുക്കും, തുണി വീട്ടിൽ കൊടുക്കും, അടിച്ച് തിരിച്ചു കൊടുക്കും. 10,000 സ്ത്രീകൾ. വയനാട് ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഉദ്ഘാടനം ചെയ്ത് ചില സ്ഥാപനം സന്ദർശിച്ചു. 4 സ്ത്രീകൾ വെളുത്തുള്ളി അടർത്തി അല്ലിയാക്കി പാക്ക് ചെയ്തു. ഇത്രയുള്ളൂ. വേറെ 4 സ്ത്രീകൾ റോ മെറ്റീരിയൽ വെളുത്തുള്ളി തന്നെ ഉണക്കി പൊടിക്കുന്നു, ഗാർലിക് പൗഡർ. രേഖപ്പെടുത്തിയിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായി തന്നെ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാനും ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഏതൊരു സ്ഥാപനത്തിൻ്റെയും വിജയത്തിൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വിശ്വാസ്യതയാണ്. ആ വിശ്വാസ്യത ഉണ്ടാവുന്നത് പരസ്യവാചകം കൊണ്ടൊന്നുമല്ല, ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടാവുമ്പോൾ മാത്രമാണ്. ആ ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും
ചാരങ്ങാട്ട് സെറാമിക്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് പ്രവർത്തിക്കുമെന്ന് നമുക്കെല്ലാവർക്കും ഉറപ്പുണ്ട്, ഒരു നാടിന് ഉറപ്പുണ്ട്. അതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഈ കൂടിയിരിക്കുന്ന ജനസംഖ്യ.